ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മന്തി കഴിക്കാനൊരു പൂതി കേട്ടോ. പൂതി വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? വേഗം തന്നെ ഉണ്ടാക്കുക, കഴിക്കുക, അത്ര തന്നെ. അപ്പം ഞാനൊരു കപ്പ് അരി അരമണിക്കൂർ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ എല്ലാം കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ഒരു പിടി മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി, അതും ഇടുക. ഇനി കുക്കറിൽ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ബീഫൊക്കെ ഒന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. നമുക്കിതിൻ്റെ ഗ്രേവി ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ബീഫൊക്കെ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ, കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടാതെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയിൽ നിന്ന് കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. നമ്മളുടെ റൈസൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിടണം. അതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഇതുപോലെ തൂവി കൊടുക്കുക. ശേഷം ബീഫ് കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി കൊടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചിരട്ട കത്തിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നമുക്ക് യഥാർത്ഥ മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ, സ്മോക്കൊക്കെ ആകുമ്പോൾ. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയാൽ നമ്മളുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കട്ടോ. എന്നാൽ ശരി.